മറ്റേ റോള് ചെയ്യാൻ പറ്റും, ആരും എന്നെ ആ രീതി പരീക്ഷിക്കുന്നില്ലല്ലോ എന്നൊരു മനസ്സിലൊരു വിഷമം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, അത് എനിക്ക് തുടക്കം പോലെ ചെറുതിലെ ഈ നാടകം തിരഞ്ഞെടുക്കുന്ന സമയം പോലെ എനിക്കറിയാം എൻ്റെ കോലത്തിൽ ഇത് ചേരൂല. അതുപോലെ സിനിമയിൽ വരുമ്പോഴും അറിയാം. അതിൻ്റെ പേരിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. പല സിനിമയിലും ക്ലൈമാക്സിൽ ഞാൻ വേണോ ക്ലൈമാക്സിൽ, അപ്പം വേണ്ടല്ലേ ചേട്ടൻ വേണ്ട, അത് അതിൻ്റെ സീരിയസ്നെസ് എന്ന് അവരെ കൊണ്ട് പറയിച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ. ചേട്ടൻ സ്വന്തമായിട്ട് അങ്ങോട്ട് പോയി പറയുമായിരുന്നു? അവരെ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാനതൊരു ശീലമാക്കി. നമ്മളിങ്ങനെ ഇടയ്ക്ക് കേരവാന് നോക്കുമ്പോൾ ആള് കേരവാനിൽ ഉണ്ടാവില്ല, എപ്പോഴും കോസ്റ്റ്യൂം സൈഡില്ല. അപ്പൊ നമ്മളിത് സംസാരിക്കാൻ തുടങ്ങി. ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അറിയാതെ പറഞ്ഞു ഇനി നാളെ മുതൽ എനിക്ക് കേരവാൻ തരൂല, കോസ്റ്റ്യൂം പെട്ടി തരും, അതിന്റെ പുറത്ത് കയറി ഇരിക്കാൻ പറയുന്നു. എനിക്ക് ഡാൻസ് കളിക്കാറുണ്ട്. ഞാൻ എന്റെ ആ കൂടെ ഉള്ള ഒരു പ്രതീക്ഷ ഇന്ദ്രൻസേനുണ്ട്. പുള്ളി എന്തായാലും കളിക്കൂല, പുള്ളിയുടെ കൂടെ നിൽക്കാന്നുള്ള നൈസിനെ പിടിച്ച് നിൽക്കാന്നുള്ളത് അഭിൻ നോക്കുന്നു. പരിപാടി ചെയ്ത് പാട്ട് വിട്ടപ്പോ ഇന്ദ്രൻസേട്ടൻ ഒരേ കളി ചെയ്യാം എന്ന മറ്റേ ഉള്ളിലുള്ള ആ മറ്റേ ഇൻഹിബിഷൻ എല്ലാം കളഞ്ഞിട്ട് പുറത്ത് വരുമ്പോഴേ എന്തായിരുന്നു ആ ചെയ്തത് കാര്യം? എന്തായിരുന്നു അവർ ചെയ്തത് കാര്യം? എന്തായാലും ആദ്യം ഒരു മടി കാണിക്കും നമ്മള് ഒന്ന്, പിന്നെ നമ്മള് വിളിക്കുമ്പോഴത്തേക്ക് അവര് വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മളങ്ങ് വരുന്നില്ലെന്നും പറഞ്ഞ് നമ്മളങ്ങോട്ട് ചെന്ന് പെർഫോം ചെയ്യുമ്പോഴേക്കും അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു Inji, my meal partner. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ദിസ് ഇസ് അലിൻ ഷാ ആൻഡ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ടീം ആശാനാണ്. ആശാനും പിള്ളേരും നമസ്കാരം ആൻഡ് വെൽക്കം. ചേട്ടാ ഭയങ്കര സന്തോഷത്തിലാണ്. തുടക്കം ആ സ്വാഗതം പറഞ്ഞപ്പോൾ തന്നെ ചേട്ടന്റെ ചിരി. ഞാൻ ഈ നമ്മുടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ I just want to do this, guys. Please, please, please. ഈ ഒരു കയ്യടി നമ്മള് തിയേറ്ററിൽ നിങ്ങളുടെ സിനിമ കഴിഞ്ഞപ്പോ കണ്ട് നിന്ന ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് പടം കഴിഞ്ഞപ്പോ ഈ ഒരു കയ്യടിയായിരുന്നു. ഓക്കെ, അത് എല്ലാ സിനിമയ്ക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല, എല്ലാ സിനിമയ്ക്കും അത് കിട്ടാറില്ല. അത്രയും കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞ ഒരു സിനിമയായിരുന്നു. പ്രത്യേകിച്ചും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്, സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, സിനിമയ്ക്കുള്ളിൽ സിനിമയും പറയുന്നുണ്ട്. അപ്പോ ഇന്ദ്രൻ ചേട്ടനിൽ നിന്ന് തുടങ്ങാം. ചേട്ടൻ ഇത്രയും നാള് ചേട്ടൻ ചെയ്ത ക്യാരക്ടറിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആണിത് അപ്പിയറൻസ് വൈസും. ഫസ്റ്റ് നമുക്ക് അപ്പിയറൻസിൽ നിന്ന് തുടങ്ങാം. കോൺഫിഡന്റ് ആയിരുന്നു ആദ്യം ആ മുടിയൊക്കെ വളർത്തി ബാക്കിൽ ഒരു കെട്ടൊക്കെ കെട്ടി നമ്മുടെ ആശാനായിട്ട് നിന്നപ്പോ എന്താ തോന്നിയ ചേട്ടന്? അത് അതിന്റെ മേക്കപ്പ്, റോണക്സ് കുറെ ഭയങ്കര ചേഞ്ച് ഉള്ള കുറെ മേക്കപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. നമ്മുടെ ഹോം, ആട് ഒക്കെ ചെയ്ത് റോണക്സാ, അങ്ങനെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഡയറക്ടറും റോണക്സും കൂടെ ചേർന്ന് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എന്തൊരു ഗെറ്റപ്പ് ഉണ്ടാകുന്നപ്പം അവർക്ക് റോണക്സ് ഡയറക്ടറും ചേർന്ന് തീരുമാനിച്ച ഒരു സംഭവമാണ്. അപ്പൊ എനിക്ക് ഇവർ ചേരുമ്പോൾ റോണക്സ് ഉണ്ടെങ്കിലോ പിന്നെ ഈ ഡയറക്ടർ പേര് കേൾക്കുമ്പോഴേ ഒരു വിശ്വാസവും ഒരു ഉത്സാഹവും ഉണ്ട്. നമുക്ക് ജോലി എളുപ്പമാണ്, നമ്മളെ മാറ്റി പണിതുള്ളൂ എന്നൊക്കെ ഒരു ധൈര്യത്തിലാണ് നമ്മൾ നിൽക്കണം. അതങ്ങനെ വന്ന് ഭവിച്ചതാണ്. എന്തായാലും ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ലുക്ക് മാറി സ്ക്രീനിൽ കണ്ടപ്പോൾ തോന്നിയ ചേട്ടാ? അപ്പോൾ നമ്മൾ വേറെ എന്തോ ഒക്കെ ഉള്ളിൽ നിറയും. ചില പോലീസ് യൂണിഫോം കിടന്നു പറഞ്ഞ പോലെ അങ്ങനെ ഒരു വേഷം കെട്ടുമ്പോഴത്തേക്ക് നമുക്ക് ക്യാരക്ടറിലേക്ക് എത്താൻ ഭയങ്കര എളുപ്പമാണ്. ഈ അപ്പിയറൻസ് നന്നാവുമ്പോ തന്നെ അവിടെ ചെന്നെത്താൻ എളുപ്പം. 50% അവിടെ തന്നെ ആയി. പിന്നെ ഡയറക്ടർ പറയുന്ന ക്യാരക്ടർ അനുസരിച്ചുള്ള പ്രസന്റേഷൻ കൂടെ ആകുമ്പോൾ അത് നന്നായി. ഈ സിനിമയില് താങ്കളുടെ കഥാപാത്രവും ശരിക്കുള്ള ജീവിതം തമ്മിൽ ബന്ധം ഉണ്ടാവുമല്ലോ. അതായത് സിനിമയെ സ്നേഹിക്കുന്നു, സിനിമയുടെ പുറകെ നടക്കുന്നു എന്ന് പറയുന്നത്. ഈ ത്രൂ ഔട്ട് ദ ജേണി, ഈ ഒരു പ്രോസസ് ഇത്രയും കാലം താങ്കൾ ചെയ്ത് കഥാപാത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. അതും ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ. ഇപ്പോൾ സെൻട്രൽ ക്യാരക്ടർ ടൈറ്റിൽ റോള് ചെയ്തേക്കുന്നത് ഇന്ദ്രൻ സേൻ ആണെങ്കിൽ കൂടി താങ്കളുടെ ഇവിടെയാണ് കഥ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ എന്താ തോന്നിയത്? ഇതുപോലെ ഒരു സ്ക്രിപ്റ്റ് ആദ്യം കയ്യിൽ വരുന്നു, ഇങ്ങനൊരു പടം, അത് ഇതുപോലെ ഒരു റോള് ചെയ്യാൻ തോന്നിയപ്പോ? രോമാഞ്ചത്തില് നമ്മളെല്ലാരും വന്നതല്ലേ, അപ്പം ഞാൻ ആ സമയത്തൊന്നും ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഒരു പടത്തില് നമ്മളെ വിളിക്കുമെന്നോ, അങ്ങനെ ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. ആദ്യം ഞെട്ടിയത് ആ ഒരു കാര്യത്തിലാണ്, എന്നെ അതിൽ വിളിച്ചപ്പോഴത്തേക്കും. പിന്നീട് നമ്മള് കഥ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഈ ക്യാരക്ടറുമായിട്ട് എനിക്ക് കണക്ട് ആവും പെട്ടെന്ന്. കാരണം നമ്മൾ ഒരുപാട് സിനിമ ആഗ്രഹിച്ച ആളാണ്, സിനിമയിൽ കയറാൻ വേണ്ടി അലഞ്ഞ ആൾക്കാരാണ്. അപ്പൊ എനിക്ക് ഒരുപാട് കണക്ഷൻ ഉള്ള ക്യാരക്ടറാണ്.
പിന്നെ ഇമോഷൻ അത് ജോൺ ചേട്ടൻ എന്തായാലും എൻ്റെ കൂടെ നിൽക്കും. ഞാൻ അധികം കയറാത്ത ഒരു ഏരിയയാണ് ഇമോഷൻ പരിപാടിയിലോട്ട്. അപ്പം ജോൺ ചേട്ടനുണ്ട്, പുള്ളിയുടെ ധൈര്യം ചെയ്തു. ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങൾ എടുത്താലും ഈ ചുമ്മാ വന്നു പോകുന്ന കഥാപാത്രങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അതായത് എല്ലാ കഥാപാത്രത്തിനും ഒരു ക്യാരക്ടറിൻ്റെതായിട്ട് ഒരു ആർക്ക് ഉണ്ടാവും. അവര് ഒരൊറ്റ ഇമോഷനിലൂടെ അല്ല പോകുന്നത്, പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ പോകുന്നത്. ഒരു ക്യാരക്ടർ കർവ് ഉണ്ടെന്ന് പറയാം. താങ്കൾക്കും അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് അല്ലെ? എന്ത് തോന്നുന്നു ഇതുപോലത്തെ ഒരു സിനിമയിൽ ഇത്രയും ഒരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുകയാണ്, ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുകയാണ്? എങ്ങനെ സന്തോഷം തന്നെ അല്ലേ? പിന്നെ സന്തോഷം. പിന്നെ ജോമോൻ പറഞ്ഞ പോലെ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടി തന്നെ ആയിരുന്നു. ഇത്രയും നമ്മള് എല്ലാത്തിനും ഓരോ ഡയറക്ടർമാരായി ചെല്ലുമ്പോഴത്തേക്കും പലരും പറയുന്നത് എടാ നിന്റെ പരിപാടി പിടിച്ചാൽ മതി എന്നുള്ളതാണ്. കാര്യം നമുക്ക് എപ്പോഴും ഒരു സാധനം ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് പിടിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. കാരണം നമ്മളെ സെയിം സാധനം ആകുമ്പോഴത്തേക്കും ഒരു ആവർത്തനം ഉണ്ടാകും. കാര്യം ഇപ്പം വേറെ ഡയറക്ടർ നമ്മൾ ആഗ്രഹിക്കുന്ന അതാണ്, അതൊന്ന് മാറ്റി പിടിക്കാം. പക്ഷെ എന്നാൽ പലരും പറയുന്നത് നിന്റെ മറ്റേ പരിപാടി പിടിച്ചാൽ മതി, അത് തന്നെ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് ഇവിടെ ജോണേട്ടൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മാറ്റും. എൻ്റെ അടുത്ത് ആദ്യം പറയാൻ നിനക്ക് ഒരു വേരിയേഷൻ വരുന്നുണ്ട്, അപ്പൊ അത് കറക്റ്റായിട്ട് സെറ്റ് ആകും, അത് പിടിച്ചാൽ മതി എന്നുള്ള രീതി പറഞ്ഞു. അപ്പൊ അതാണ് ഞാൻ സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിയും അത് തുടക്കം പോലെ നിന്നൊരു ക്യാരക്ടർ പെട്ടെന്ന് തന്നെ ഒരു ടേണിംഗ് പോയിന്റിൽ മാറുന്നുണ്ട്. അത് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ്. അത് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വർക്കായി. കണ്ടവരും ഭയങ്കരമായിട്ട് പറഞ്ഞു ആ ഒരു സീൻ്റെ കാര്യം പറഞ്ഞു. ഈ പടം ആക്ച്വലി വരുമ്പോ നമുക്ക് ഡയറക്ടറിന്റെ പേര് കേട്ടാൽ മതി, നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഈ നമ്മുടെ മനുഷ്യന്റെ ഇമോഷൻസിനെ ഇത്രയും നന്നായിട്ട് കാണിക്കുന്ന ഒരാള് അല്ലെ, നമുക്ക് അതും എല്ലാവർക്കും റിലേറ്റബിൾ ആവും, എല്ലാവർക്കും കണക്ട് ആവും എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ റിയൽ ലൈഫിലെ എക്സ്പീരിയൻസുമായിട്ട് ഈ നമ്മൾ കാണുന്ന ചിത്രത്തിലെ കഥാപാത്രമായിട്ട് നമുക്കൊരു ബന്ധവും വരണമെന്നില്ല. പക്ഷെ സ്റ്റിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു ഹുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തറക്കുന്ന രീതിയിലുള്ള ഒരു സാധനം. എന്താ ഇന്നത്തെ പുതിയൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്, നമ്മുടെ ഇന്ന് വരെയും ചെയ്യാത്ത ഒരു ആർട്ട് വർക്ക്, ഒരു ആർട്ട് ഫോം, ഒരു കഥകളി ഒക്കെ ഇതിനകത്ത് പിടിച്ചേക്കുന്നത്. അതിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു ചേട്ടാ? കഥകളി, അതിന്റെ മുദ്രകളും അതിന്റെ ആ ഒരു മുഖഭാവവും ഒക്കെ. ചേട്ടൻ സ്ക്രീനിൽ ഫസ്റ്റ് ആ പ്രസന്റ് ചെയ്യുന്ന ഒരു ഷോട്ട് ഉണ്ട്, ആ മറ്റേ കേർട്ടൻ മാറിയിട്ട് ചേട്ടൻ ആ കഥകളി ഫുൾ അറ്റയറിൽ മുദ്രകളും ആ ഒരു കഥകളി സംഗീതത്തിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പെർഫോം ചെയ്യുന്ന ഒരു സീനുണ്ട്. അയ്യോ എന്താ പറയാ. ഓക്കെ, എങ്ങനെയായിരുന്നു ചേട്ടാ ആ ഒരു പ്രോസസ്? എങ്ങനെയാ പഠിച്ചേ? എത്ര ദിവസം എടുത്തു? എനിക്കൊണ്ട് ഡയറക്ടറിന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അദ്ദേഹം സംഗീതമാണല്ലോ, അപ്പൊ കൂട്ടുകാരെ കഥകളിക്കാരുണ്ട്. അവര് നേരത്തെ തന്നെ വളരെ നേരത്തെ നമ്മള് സിനിമയിലേക്ക് തുടക്കം ഒരു വളരെ ഡേറ്റ് തീരുമാനിക്കുന്ന ഒരുപാട് മുമ്പ് തന്നെ ഒരു ദിവസം എന്നെ അതിനെ തുടങ്ങിക്ക് ചിട്ടപ്രകാരം അവര് മുദ്രകളൊക്കെ പഠിപ്പിച്ചൊക്കെ. അപ്പൊ ഒരു മിനിറ്റോളം നിൽക്കുന്ന ഒരു കഥ ആണ്, ഒരു ശ്ലോകമാണ് ചൊല്ലുന്നത്. അതത്രയും കട്ട് ചെയ്യാതെ നമുക്ക് ചെയ്യണം, ഒരൊറ്റ ഷോട്ടിൽ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്നായി പഠിപ്പിച്ചു തന്നു, പഠിച്ചു. അങ്ങനെ അത് നിരന്തരമായിട്ട് രാവിലെ കഴിച്ചിരുന്ന് എനിക്കിത് തന്നെ പ്രാക്ടീസ്. പാടായിരുന്നു ചേട്ടാ അത് ചെയ്യാനും? കണക്കിന് മുദ്രകളൊക്കെ വരാൻ പാടാ, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് താളത്തിന് കിട്ടിക്കോളും. ഓക്കെ. അതും ആ നമ്മളാ കേൾക്കുന്ന കഥകളി സംഗീതം അതിന് മാച്ച് ആവുന്ന രീതിയിൽ കറക്റ്റ് താളവും എല്ലാം കറക്റ്റ്. ഭയങ്കരമല്ല അത് ശരിക്കും അത് ഒറ്റ ഷോട്ട് സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. അതെ, ആയതുകൊണ്ട് അതൊന്നും ഡ്രം ചെയ്തതാ. ശരിക്കും ഒറ്റ ഷോട്ടിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ആ ഒരു സാധനം. ഞങ്ങളെല്ലാരും അവിടെ നിന്ന് അവസാനം കൈയടിച്ചിരുന്നു. അപ്പൊ അത് ഇനിയിപ്പം അത് വരും, ആ സീൻ റിവീൽ ചെയ്യും ഒറ്റ ഷോട്ടിൽ എടുത്തത്. അതുപോലെ തന്നെ മറ്റേ കോമൺ മാൻ ഡയലോഗും എന്റെ ദൈവമേ. എനിക്ക് ഇന്ദ്രൻ സേട്ടനെ പറ്റി പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് തോന്നുന്നു ഇന്ദ്രൻ സേട്ടനെ എത്ര വലിയ നടന്ന ഇന്ദ്രൻ സേട്ടൻ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇതുവരെയും അല്ലെ അറിഞ്ഞിട്ടില്ല. ചേട്ടൻ അതിനെ പറ്റി അവയറല്ല, ഒരു ബോധവാനല്ല എന്ന് തോന്നുന്നു. പക്ഷെ എത്രത്തോളം അത് അറിയാണ്ടിരിക്കുന്നു അത്രത്തോളം നമുക്ക് അടുത്തൊരാളായിട്ടോ നമുക്ക് ഇന്ദ്രൻ ചേട്ടനെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെയല്ലേ ചേട്ടാ? അത് എന്നോട് തന്നെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ. നമ്മള് കുറച്ച് സിനിമകൾ ചെയ്തുവെങ്കിലും കുറച്ചോ ചേട്ടാ? കൊറേ എണ്ണത്തിലുണ്ട്. അത് ക്യാരക്ടർ എന്ന് പറയാനേ, നല്ല ക്യാരക്ടർ ചെയ്യുന്നത് ഇപ്പൊ അടുത്ത് കുറച്ച് കിട്ടുന്നില്ല. അപ്പൊ അത് ഇനി അടുത്തത് കുറച്ച് നന്നായിട്ടുള്ളത് കുറച്ച് ചെയ്യാമെന്നുള്ള തയ്യാറിൽ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ എന്ന് തോന്നും. ആണല്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് കാണുന്ന എല്ലാ ആക്ടേഴ്സും ആയിക്കോട്ടെ, ഇപ്പം സുരാജ് ചേട്ടനിൽ തുടങ്ങി, ഇപ്പൊ നമ്മള് ഒരു കാലത്ത് കോമഡി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന ആർട്ടിസ്റ്റുകള് ഇപ്പൊ നമുക്കൊരു 7-8 വർഷമായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന പെർഫോമൻസസ് എന്ന് പറയുന്നത്
അവരെ മാറ്റി നിർത്തപ്പെടാൻ, അതായത് ഇറീപ്ലേസബിൾ ആയിട്ടുള്ള ആൾക്കാർ, അതായത് അവർക്ക് പകരം ഈ ഹോമിലൊക്കെ ക്യാരക്ടേഴ്സും, അയ്യോ നമുക്ക് ആക്ച്വലി സന്തോഷമാണ് വേറെ രീതിയിൽ ആൾക്കാർ ചിന്തിക്കുന്നുള്ളത്. നിങ്ങളുടെ ഇടയിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ദ്രൻ ചേട്ടന്റെ കൂടെ ഉള്ള വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എന്തായിരുന്നു? ചേട്ടനിൽ നിങ്ങളെ കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താ? പെരുമാറ്റം. പെരുമാറ്റമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടല്ലോ. പഠിക്കാൻ പറ്റൂല അത്രയ്ക്ക് പുള്ളിയുടെ അത്രയും കവർ ചെയ്താൽ പിന്നെ നമ്മള് ശരിയാവില്ല. പുള്ളി പിന്നെ ഷൂട്ടില്ലാത്ത സമയത്തൊക്കെ ലൊക്കേഷനിൽ വരാറുണ്ട്, ഡയറക്ടർ കാണാറുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. എന്റെ കാര്യം പറയാനില്ല. നമ്മളിങ്ങനെ ഇടയ്ക്ക് കേരവാനിൽ നോക്കുമ്പോ ആള് കേരവാനിൽ ഉണ്ടാവൂല, ഇപ്പോഴും കോസ്റ്റ്യൂം സൈഡില്ല. അപ്പൊ നമ്മളിത് സംസാരിക്കാൻ തുടങ്ങി. ഒരു ഇന്റർവ്യൂല് ഞാൻ അറിയാതെ പറഞ്ഞു പോയി, അപ്പം മതിയാക്കടാ, ഇനി നാളെ മുതൽ എനിക്ക് കേരവാൻ തരൂല, കോസ്റ്റ്യൂം പെട്ടി തരും, അതിന്റെ പുറത്ത് കയറി ഇരിക്കാൻ പറയുന്നു. അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ, അങ്ങനെയൊന്നും ഇനി വരില്ല. എനിക്ക് ചേട്ടൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏകദേശം 40-45 വർഷമായില്ലേ അല്ലെ? 80-81 വരുന്നത്, 80-81 ആ ഒരു സമയത്താണ് വരുന്നത് അല്ലെ? ഈ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോഴും എല്ലാ നടന്മാരും നായികമാരെയും ഒക്കെ ചേട്ടൻ കണ്ടിട്ടുണ്ടാവും, ഡയറക്ടേഴ്സിനെയൊക്കെ അറിയുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ മെല്ലെ മെല്ലെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിലോട്ട് വരുന്നു, പിന്നെ ഒരു കോമഡി റോളിലോട്ട് വന്നു. ഏകദേശം 30-35 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമുക്ക് ക്യാരക്ടർ റോൾസ് കിട്ടാൻ. എപ്പോഴെങ്കിലും ചെയ്യേണ്ടി ത്രൂ ഔട്ട് ദ ജേർണി, ഈ ഒരു യാത്രയിൽ ചെയ്യണം, എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് മറ്റേ റോള് ചെയ്യാൻ പറ്റും, ആരും എന്നെ ആ രീതി പരീക്ഷിക്കുന്നില്ലല്ലോ എന്നൊരു മനസ്സിലൊരു വിഷമം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അത് എനിക്ക് തുടക്കം പോലെ ചെറുതിലെ ഈ നാടകം തിരഞ്ഞെടുക്കുന്ന സമയം പോലെ എനിക്കറിയാം എൻ്റെ കോലത്തിൽ ഇത് ചേരൂല എന്ന്. എനിക്കൊരു ധാരണയുണ്ട്. പക്ഷെ അതിന് പറ്റിയ കഥാപാത്രങ്ങളെ നാടകത്തിനും കണ്ടുപിടിക്കുമല്ലോ. ആ പുസ്തകം അന്വേഷിച്ച് നടക്കും, ആ കഥ നാടകം. അതുപോലെ സിനിമയിൽ വരുമ്പോഴും അറിയാം. അതിന്റെ പേരിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് പല സിനിമയിലും. ക്ലൈമാക്സിൽ ഞാൻ വേണോ ക്ലൈമാക്സിൽ, അപ്പൊ വേണ്ടല്ലേ ചേട്ടൻ വേണ്ട, അവൾ അതിന്റെ സീരിയസ്നെസ് പോയി എന്ന് അവരെ കൊണ്ട് പറയിച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാമല്ലോ. ചേട്ടൻ സ്വന്തമായിട്ട് അങ്ങോട്ട് പോയി പറയുമായിരുന്നു? അവരെ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനതൊരു ശീലമാക്കി. അപ്പം നമുക്ക് ഉള്ളിൽ കിട്ടിയാൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്കും ധൈര്യമില്ല. അങ്ങനെ ഒരു ധൈര്യം വീണ് കിട്ടിയത് കഥാവിശേഷം TV ചന്ദ്രസാറിന്റെ പടത്തിൽ. അപ്പൊ അത് ഞാൻ എന്തെങ്കിലും ഇരുന്ന് അവരൊക്കെ എല്ലാവരും പറയും ഈ ക്ലൈമാക്സിൽ നിന്നിട്ട് ചേട്ടൻ ചെറുതായിട്ട് എന്തെങ്കിലും കോഷ്ടി കാണിക്കും, അതിന്റെ ഗൗരവം പോകുന്നൊക്കെ പറയുന്ന പോലെ ഞാനും കരയോ എല്ലാം ചെയ്ത അത് ഏക്കാതെ വരുമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്ന് മാറിക്കിട്ടി, ധൈര്യം തന്നു. ഇതിനെ നമ്മളെ കൂടെ കരയിപ്പിച്ചു ഈ പടത്തില്. ചില ഭാഗങ്ങളിൽ നമ്മളെ കരയിപ്പിച്ചെന്നുള്ളതാ. അതായത് താങ്കള് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, ഇതിനകത്ത് ആശാൻ ഇൻസൾട്ടഡ് ആയിട്ട് പോകുന്ന ഒരു സീനുണ്ട്. അത് മുഖം ബ്ലാങ്കാ, നമ്മളവിടെ പ്രത്യേകിച്ചൊരു സങ്കടമോ ദേഷ്യമോ ഒന്നും പിടിച്ചിട്ടില്ല. ആള് മിണ്ടാണ്ട് ഒരു സൈലൻസിലാണ് തിരിച്ച് കയറി പോകുന്നത്. അത്രയും ആൾക്കാരുടെ മുന്നിൽ, താങ്കളെ സ്നേഹിക്കുന്ന ഇത്രയും പേരുടെ മുന്നിൽ ഇൻസൾട്ടഡ് ആവുന്ന ആ ഒരു സമയത്ത് ആ സീന് ചേട്ടൻ എങ്ങനെയാ ചെയ്തത്? അത് ആ സൈലൻസിന് ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സൈലൻസിന് ഒരുപാട് അർത്ഥമുണ്ട്. അത് സഹായിച്ചത് ശരിക്കും ഡയറക്ടർ തന്നെയാണ്. അതൊക്കെ നമ്മൾ ആ സീനിലൊക്കെ തുടങ്ങുമ്പോഴില്ലേ ഇങ്ങേരുണ്ട് അവിടെ, ഇങ്ങേര് എന്നെക്കാളും ഇതത്രയും ചെയ്യിച്ചു വെച്ചാൽ ആളങ്ങനെ നിൽക്കുവാണ്. പക്ഷെ ആ സമയത്ത് കുഞ്ഞിക്കവൾ മേഘമേ ഡയറക്ടർ പാടിത്തരുക, പാട്ടിടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര സംഭവം കേട്ടോ ആ ഒരു മ്യൂസിക്. ആ കൂട്ടത്തിൽ ആ സീനില് കണ്ടു നിൽക്കുന്ന ഒരു കുട്ടി വരെയും ഡയറക്ടർ ഒരൊറ്റ ചരടിക്കുരുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അത് ആർട്ടിസ്റ്റുകൾക്ക് എളുപ്പമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര സുഖം തോന്നിയായിരുന്നു. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, ആളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ആള് പറഞ്ഞ രീതിയിലൂടെ നമ്മളൊന്ന് ചലിച്ചാൽ മതി, അത്രയും. അങ്ങനെ എല്ലാ മിക്കവാറും സീനൊക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ധാരാളമായിട്ട് പലതും വീട്ടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പിന്നീട് അദ്ദേഹത്തിന് അതിനെ ട്രിം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ഈ ജോമൻ ബ്രോഡ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു സാധനം ഒന്ന് പറയുന്നത്, നമ്മൾ കുറെ ഓടി, ശരിക്കും സെറ്റിൽ കുറെ ഓടിയില്ലേ? അവസരം മടുത്തോ? എവിടെയായിരുന്നു ശരിക്കും ഫ്ലാറ്റ്? കാക്കനാട്. പണിതെടുത്തതാ ഇവര്. പഴയ ഒരു ഫ്ലാറ്റാണ്. അതായത് ആദ്യം ഇത് ജോണേട്ടന് ലൊക്കേഷൻ കാണാൻ വേണ്ടിട്ട് വിളിച്ച ഫ്ലാറ്റിനകത്തൊക്കെ മണ്ണൊക്കെ പിടിച്ച് കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. സിനിമയ്ക്ക് വേണ്ടിട്ട് അവര് വൃത്തിയാക്കിയ ശേഷം ഒരു തവണ കൂടെ ഞാൻ പോയി. ഇത് ശരിക്കും ഈ ഷേപ്പ് തന്നെ ആയിരുന്നോ? ഈ സിലിണ്ടറിക്കൽ ഷേപ്പില് ആൾ താമസം ഇല്ലാത്ത ഫ്ലാറ്റ് ആയിരുന്നു അല്ലേ? എന്തോ മുടങ്ങി കിടക്കണം. അവൾ കുറെ ഫ്ലാറ്റുകൾ നിയമ തടസ്സമൊക്കെ ആയിരിക്കാം. പിന്നീട് ഞങ്ങള് വഴി വരെ വെട്ടിത്തെളിച്ച് വണ്ടി കയറാനൊക്കെ വരാൻ വേണ്ടി സെറ്റാക്കി
ക്രിക്കറ്റ് കളിക്കാൻ വരെ സ്ഥലമായി അവിടെ. അതെ. ഈ നമ്മൾ അതിനകത്ത് കാണിക്കുന്ന ബാഡ്മിന്റൺ കോർട്ടോ അവിടെ തന്നെ ഉള്ളതാണ്. അത് അവിടെ തന്നെയാണ്. അല്ലല്ല, അത് വേറൊരു സ്റ്റുഡിയോയിലെ നവോദയ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഓടി ഓടി നമ്മളൊരു വഴിയായി. പ്ലസ് വേറൊരു സീനുണ്ട്. ഇന്ദ്രചേട്ടൻ നമ്മൾ ഇതിനകത്ത് കുറച്ച് മറ്റേ ഫൈറ്റ് ഒക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. അവിടെ താങ്കളുടെ എക്സ്പ്രഷൻ ഷിഫ്റ്റ് ഇത് എനിക്ക് ഡൗട്ടായി പോയി. ഇത് കരയാണോ ചിരിക്കുവാണോ? ഞാൻ ചോദിച്ചായിരുന്നു ജോണലിന്റെ ചേട്ടാ, ഇത് എങ്ങനെ സീരിയസ് ആയിട്ട് കരയണോ? ഇല്ലടാ, നീ ഇത്രയും സൈസും വെച്ചോണ്ട് ഇത്ര മെലിഞ്ഞ ഒരാൾ നിന്നെ പൂട്ടി ഈ വേദന എടുത്ത് നീ അങ്ങ് കരഞ്ഞു മെഴുവാന്ന് പറഞ്ഞോളാം. അങ്ങനെ കരഞ്ഞതാണ്. അതൊരു ചെറിയ ഫണ്ണി പരിപാടിയായിട്ട് പിടിച്ചാൽ മതി എന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു. വേദനയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റേ ഈ അല്ലേ അല്ലേ നമ്മുടെ മനസ്സ് എന്ന് വെച്ചാൽ പുള്ളി പൊളിഞ്ഞു നിൽക്കുകയാണ്. അവസാനത്തെ ശ്രമമാണ്. കാടിലല്ലേ നീ എന്ന് പറയുമ്പോ ആ വേദന കിടക്കുന്ന ഒരാളല്ലേ. അതെ 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 അതെ. ട്രോമ ഉള്ള ക്യാരക്ടറാണല്ലോ. പഴയ ഒരു ട്രോമ എപ്പോഴും മനസ്സിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ചേട്ടനത് പറഞ്ഞ് സഹിക്കാൻ പറ്റാതെ ചേട്ടനെ അവർക്ക് കുതറി ചേട്ടൻ എന്നെ എടുത്തിടിച്ചു. ഞാനൊന്നും ചെയ്തില്ല. കഴിയുവാണോ? താങ്കൾ സിനിമയില് ഭൂരിഭാഗവും ബാത്റൂമിനകത്തായിരുന്നു. ബാത്റൂമൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാ ബാത്റൂമും നമ്മൾ പരീക്ഷിച്ചു. അതെല്ലാം ഈ ആദ്യമായിട്ട് സ്ക്രിപ്റ്റിൽ നമ്മുടെ ഇത് കേൾക്കുമല്ലോ, അതായത് ഇതാണ് ക്യാരക്ടർ എന്നുള്ളത്, എന്താ തോന്നിയത്? ഭയങ്കര രസകരമായിട്ട് തോന്നിയ. പിന്നെ രോമാഞ്ചത്തിൽ ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു, ബാത്റൂം സീൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ തേടി തേടി വരുന്നുണ്ട്. ഇനി എന്നെ ബാത്റൂമിനകത്തോട്ട് എല്ലാ ഇതില് മുഴുനീള കക്കൂസിൽ തന്നെ ആയിരുന്നു. പക്ഷെ അതെങ്കിലും അത് പണിയെടുക്കാൻ വയ്യാത്തൊരു മടിയിലാണ് പോകുന്നത്. സെറ്റിൽ നിന്നൊന്നും മാറി നിൽക്കുക എന്നുള്ള രീതിയിലാണ് വിഷമം പോകുന്ന പരിപാടി. ഈ നമ്മുടെ ഈ പടത്തിന്റെ പ്രൊമോഷൻ ഉണ്ടെങ്കിലേ ചേട്ടൻ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡാൻസ് ഒക്കെ ചെയ്തത് അല്ലേ? നമ്മളെ അല്ലാതെ ഞാൻ പെട്ടെന്ന് നമ്മളിങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്ത് ഇത് ഇന്ത്യൻ അവിടെ സ്റ്റക്ക് എല്ലാം ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ വിളിച്ചിട്ട് കാണിച്ചത് ഇന്ദ്രചേട്ടൻ ഡാൻസ് ചെയ്യുന്നത് എവിടെ കിട്ടുന്നു, എവിടെ വരുന്നു എനർജി എന്നുള്ളതാ. നമുക്ക് ഡാൻസ്, എനിക്ക് ഡാൻസ് കളിക്കാറുണ്ട്. ഞാൻ എന്റെ ആ കൂടെ ഉള്ള ഒരു പ്രതീക്ഷ ഇന്ദ്രൻസേട്ടനുണ്ട്. പുള്ളി എന്തായാലും കളിക്കൂല, പുള്ളിയുടെ കൂടെ നിക്കാന്നുള്ള നൈസിനെ പിടിച്ച് നിക്കാന്നുള്ളത്. അബിൻ നോക്കുന്നു പരിപാടി ചെയ്ത് പാട്ട് വിട്ടപ്പോ ഇന്ദ്രൻസേട്ടൻ ഒരേ കളി. ഡാൻസ് കളിക്കുന്ന പിള്ളേർ ഓൾറെഡി കളിച്ചപ്പോഴത്തേക്കും അശാനങ്ങള് വിളിച്ചു. അശാൻ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസാ കോളേജില് പ്രൊമോഷൻ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് പോണ. അതായത് ഡാൻസ് ചെയ്യാം എന്ന മറ്റേ ഉള്ളിലുള്ള ആ മറ്റേ ഇൻഹിബിഷൻ എല്ലാം കളഞ്ഞിട്ട് പുറത്ത് വരുമ്പോഴേ എന്തായിരുന്നു ആ ചെയ്ത കാര്യം? എന്തായിരുന്നു അവര് ചെയ്ത കാര്യം? എന്തായാലും ആദ്യം ഒരു മടി കാണിക്കും നമ്മള് ഒന്ന്. പിന്നെ നമ്മള് വിളിക്കുമ്പോഴത്തേക്ക് അവര് വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മളങ്ങ് വരുന്നില്ലെന്നും പറഞ്ഞ് നമ്മളങ്ങോട്ട് ചെന്ന് പെർഫോം ചെയ്യുമ്പോഴേക്കും അതിന്റെ ഇടയ്ക്ക് കൂടെ അപ്പൊ എല്ലാവരെയും പോകും. നമ്മള് ഇതൊക്കെ കളിച്ച് പിള്ളേരെ ഒന്ന് കയ്യിലെടുക്കാന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മള് ചെന്ന് വിളിക്കും. അപ്പൊ നമ്മളൊന്ന് പെർഫോം ചെയ്യാന്ന് വിചാരിച്ച് നമ്മള് ഭയങ്കര ആദ്യത്തേക്കും ഡാൻസ് കളിച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ നിന്നൊരു അപ്പോഴേക്കും പിള്ളേരെല്ലാം കൂടെ ഏറ്റെടുക്കും. ആ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയ ഭരിച്ചോണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ? ഒരുപാട് തംസപ്പുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോക്ക്. ഞാൻ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കും പിറ്റേ ഷൂട്ട് അത് പ്രൊമോഷൻ കഴിഞ്ഞിട്ട് വേറെ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കും അവരെല്ലാം ഇന്ദ്രൻസേട്ടനായിട്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ. ഇന്ദ്രൻസേട്ടനായിട്ടൊക്കെ ഡാൻസ് ഏതൊക്കെ കോളേജ് ഡിജെക്ക് വിളിച്ചിട്ടുണ്ട്. ഇതിനാണ് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ പണ്ടൊക്കെ നമ്മള് സിനിമയിൽ വരുമ്പോ ഇപ്പൊ ക്ലൈമാക്സിൽ ഞാനവിടെ വേണോ, ആ ഒരു സീരിയസ് അതായത് സീരിയസ് സിറ്റുവേഷൻ ഞാൻ കുറച്ച് കോമഡി ആക്കോ എന്ന് പറയുന്ന ഒരു പിടുത്തം ഉണ്ടായിരുന്നുള്ളത്. ഒരു സമയം കഴിഞ്ഞപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോ ചേട്ടൻ ഉള്ളിലുണ്ടായ ഒരു ഇൻഹിബിഷൻ, ആ പിടുത്തം ഇപ്പൊ പോയോ? അതായത് ഞാൻ ഇപ്പൊ ചേട്ടൻ എന്തിനു റെഡിയായിട്ട് നിൽക്കുക അവിടെ ഞാൻ പറയാം. അതായത് ഇപ്പൊ ഡാൻസിന് ഡാൻസ് ആയിക്കോട്ടെ, പാടാൻ പറഞ്ഞ ചേട്ടൻ പാടില്ലേ? എല്ലാം ചെയ്യും. അതാണ് ഏത് ക്യാരക്ടറാണോ ഇതില് പാടിയിട്ടുണ്ട്. ഇതിലേതാ? ഇല്ല, അതിന്റെ ഇടയിൽ കൂടെ തിരിച്ചറിഞ്ഞില്ല ചേട്ടാ, സോറി. അതെ ഓക്കെ. അപ്പൊ പിന്നെ നമുക്ക് പാട്ട് കേൾക്കണ്ടേ? ആ ചേട്ടാ രണ്ടു വരിയെ പാടിയിട്ടുള്ളൂ. അത് കൂടെ പാടിയതാ സാറിന്റെ കൂടെ അല്ലേ? നമ്മൾ പാട്ട് കേൾക്കാൻ വേണ്ടി നിൽക്കുക ചേട്ടാ. പാട്ട് കേൾക്കാൻ വേണ്ടി നിൽക്കുക. പാടിയേ പറ്റും. ചേട്ടനെ പറഞ്ഞ ഞാൻ എന്തും ചെയ്യുമെന്ന്. വേറൊന്നും പറഞ്ഞാലല്ലേ.
കുഞ്ഞു ചില്ലിനാൽ കാഴ്ചയൊപ്പിടും ഇന്ദ്രജാലമേ നന്ദി ചൊല്ലിടാം. മന്ത്രജാലം എന്ന് പറയുന്നത് ഇന്ദ്രജാലം. ഇന്ദ്രജാലം ശരിക്കും മന്ത്രജാലം എന്നായിരുന്നോ? മന്ത്രജാലം. അതെ, ഈ സിനിമ ഇന്ദ്രൻസിന് ഇന്ദ്രജാലം ആയിരുന്നു. ആ ഓക്കെ. ഇതിനകത്ത് നമ്മള് മറ്റേ ആ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് ആ ഒരു ഒറ്റ സ്റ്റുഡിയോക്കകത്ത് ഷൂട്ട് ചെയ്യുന്ന പോർഷൻസ് ഉണ്ടല്ലോ, ഇതിന്റെ ഗ്രാഫിക്സ് ആരായിരുന്നു ചെയ്തിരിക്കുന്നത്? അടിപൊളി വർക്കായിരുന്നു കേട്ടോ, സൂപ്പർ വർക്കായിരുന്നു. അപ്പൊ ഇത് എത്ര ദിവസം എടുത്തു? അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളി നിങ്ങൾ സ്റ്റുഡിയോക്കകത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? ആ ഒരു ഫുൾ പോർഷൻ, അതായത് ഇന്ദ്രൻ ചേട്ടൻ അഭിനയിച്ചു എന്ന് പറയപ്പെടുന്ന ആ സിനിമ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? നമുക്കും അന്യമായിരുന്നല്ലോ, നമുക്കും അറിയില്ല, പുതിയ പരിപാടിയാ. ചില ചെറിയ പോർഷനൊക്കെ നമ്മൾ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇത്രയൊക്കെ ഇങ്ങനെ ചെയ്താലൊക്കെ ഇങ്ങനെ വരുമെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല. ആ VFX സീന് റിയൽ ആയിട്ട് നമ്മളെ ബാഡ്മിന്റൺ കോർട്ടല്ലേ അവിടെ ഷൂട്ട് ചെയ്തെന്ന് ആ ഫുട്ടേജിലാണ് അവർ VFX പരിപാടിയൊക്കെ ചെയ്തത്, അല്ലാതെ വേറെ സെപ്പറേറ്റ് മാറ്റി ചെയ്തതൊന്നുമല്ല. ഒരു പോർഷൻ വരുമ്പോഴത്തേക്കും സാധാരണ ഒരു സീൻ ഓക്കെ ആണെങ്കിൽ ഒരു വട്ടം എടുക്കും, പക്ഷെ ഈ സീൻ രണ്ടോട് അതിന്റെ BTS എടുക്കണം. ശരിയാ, സിനിമ ചെയ്യുന്നതായിട്ടും എടുക്കണം, സിനിമയും എടുക്കണം. അതെ 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 അതെ. അത് അറ്റ് എ ടൈം ഷൂട്ട് ചെയ്തതാണോ? ഒരേ സമയത്താണ് ആ സീൻ അതായത് അനന്തന്റെ സിനിമ ഷൂട്ട് ചെയ്യുന്നത്, ആ വിഷ്വലും രണ്ടാമത് അതിന്റെ BTSഉം ഒരേ ആദ്യത്തെ സീൻ ഒക്കെ ആകുമ്പോ മറ്റേ അതിന്റെ BTS സീൻ ആദ്യത്തെ സീനില് ആശാൻ മാത്രമായിരിക്കും, പിന്നീട് അതിന്റെ ഡയറക്ടറും ക്രൂവിനെയും കൂടെ ചേർത്ത് എടുക്കണം. പിന്നെ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തും അവർക്ക് ആ കൂടെ ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ ഈ സിനിമയുടെ എക്യുപ്മെന്റ്സുകൾ ചിലപ്പോൾ സൈഡിൽ ഇരുന്നാലും അവര് പ്രശ്നമല്ല. അതെ, സിനിമയിലും സിനിമ ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ളത്. ഓക്കെ. ഭാവിയിൽ എപ്പോഴെങ്കിലും താങ്കൾക്ക് ഒരു മൂവി ഡയറക്ട് ചെയ്യാൻ മൂളമുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എഴുതാൻ പറ്റുമായിരിക്കും, ഡയറക്ട് ചെയ്യാൻ അറിയത്തില്ല, നല്ല കഴിവുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കേ ഇന്ദ്രൻ ചേട്ടന്റെ, ഇപ്പൊ നമ്മള് പണ്ട് തൊട്ടേ ഇന്ദ്രൻ ചേട്ടന്റെ പെർഫോമൻസസ് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്ദ്രൻ ചേട്ടന്റെ കണ്ട പെർഫോമൻസസിൽ ഏറ്റവും മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന പെർഫോമൻസ് ഈ സിനിമ അല്ലാണ്ട്, ആശാൻ അല്ലാണ്ട് ഏതായിരിക്കും? എനിക്ക് ഹോം ഇഷ്ടമാണ്, അല്ലാതെ വേറെ ഒരുപാടുണ്ട്. ഹോം, പിന്നെ കഥാവശേഷനുണ്ട്. കഥാവശേഷനിലാണ് നമ്മൾ ട്രാക്ക് മാറ്റി പിടിച്ചത്, അതിലാണ് ആദ്യമായിട്ട്. അതെ അതെ അതെ, കുറെ ഉണ്ട് കേട്ടോ, കുറെ. ആണെങ്കിലും ഹോമാണ് റീസെന്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഹോം. പാൽത്തു ജാനറിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ 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 അതെ. എനിക്ക് രാക്ഷസ രാജാവിന്റെ അകത്തൊരു പരിപാടിയുണ്ട് ആശാന്റെ, അത് ഭയങ്കരമായിട്ട് ആ സമയത്ത് കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് പക്ഷെ അത്രയും ഇതാവില്ല, പക്ഷെ അത് മൈന്യൂട്ടായിട്ട് പുള്ളിയാണ് ചെയ്തതെന്ന് വിചാരിക്കും. അപ്പൊ നമുക്കൊരു ഷോക്കാവും. അതൊരു ഭയങ്കര സാധനമായിരുന്നു, അതെന്റെ എപ്പോഴും ഫേവറേറ്റ് സാധനം. ആ ലുക്ക് ഇവിടൊക്കെ ഒരു പാടൊക്കെ ഇട്ട് അത് ഭയങ്കര. അതുകൊണ്ട് കിളികിൽ പമ്പരമുണ്ട്, പട്ടാഭിഷേകം ഉണ്ട്, കുറച്ച് അതൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മൾ ഈ പരിപാടിക്ക് വരുന്നത്. എന്നിട്ട് ചേട്ടാ, ഞാൻ കേട്ടത് ശരിയാണെന്ന് അറിഞ്ഞൂടാ, നമ്മള് സൂര്യയുടെ തൃശ്ശയുടെ കൂടെ ഒരു പടം വരുന്നുണ്ടല്ലോ അല്ലെ, കറുപ്പ്. നമുക്ക് എന്തെങ്കിലും പുറത്ത് പറയാറായോ അതിന്റെ വിശേഷങ്ങൾ? എന്താണ് ചെയ്യേണ്ട പരിപാടി? ഒന്നും ആയിട്ടില്ല. നമുക്ക് നല്ല ഒരു പെർഫോമൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്യാരക്ടർ തന്നെയാണ്. ഓക്കെ. അത് പുതിയൊരു വെളിപ്പെടുത്തലാണ്. എനിക്കൊന്ന് അധികം ആരും അറിഞ്ഞിട്ടില്ല, അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഓക്കെ, തീർന്നു, പടം കഴിഞ്ഞു. ഓക്കെ. തമിഴ് സംസാരിക്കുന്നുണ്ട്, മലയാളി ക്യാരക്ടർ. തമിഴിലേക്ക് എത്താൻ തമിഴ് പറയുന്നുണ്ട്, ശരിക്കും പെർഫെക്റ്റ് അല്ലാത്ത തമിഴുണ്ട്. ആണോ? മലയാളി പറയണം. ഓക്കെ. സൂര്യയായിട്ടോ തൃശ്ശയായിട്ടോ കോമ്പിനേഷൻ സീൻസ് എല്ലാം ഓക്കെ. അപ്പൊ അതിനാണ് നമ്മൾ അടുത്ത വെയിറ്റിംഗ്. റിലീസ് ഡേറ്റ് എപ്പോഴും അറിയാൻ പറ്റും ചേട്ടാ? ഈ വർഷം ഉണ്ടാവും? ഇപ്പൊ ഉടനെ ഉണ്ടാവും തോന്നുന്നു, പക്ഷെ അവര് എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ നോക്കി ഇരിക്കുമായിരിക്കും തോന്നുന്നു. ഓക്കെ. അത് വന്നായിരുന്നു അതിനകത്ത് ഡയലോഗ്. ഇതിനകത്ത് വേറൊരു സാധനം ഉണ്ട്, എന്താ, കോമഡി കാണിച്ച് മടുത്തു, ഇനി ഒരു ട്വിസ്റ്റ് ഒക്കെ വേണ്ടേ? ആ ട്വിസ്റ്റാണ് ചേട്ടൻ ഇപ്പൊ ലൈഫിൽ തന്നിട്ടിരിക്കുന്നുള്ളതാ. ചേട്ടാ പറ ചേട്ടാ, ഇവരെ കൂടെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് കൂടെ നിൽക്കുന്നവരൊന്നും കിട്ടുന്നുണ്ട് കാര്യം. അതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കഥയുടെ ഒരു മർമ്മത്തിലേക്ക് ഒരുപാട് നോവിച്ചു തുടങ്ങുന്ന സമയത്തൊക്കെ ഉള്ള കോമ്പിനേഷൻ ഇങ്ങനെയുമായിട്ടാണ്. പിന്നെ പരിഹസിക്കപ്പെടുകയാണ് എന്ന് ഒരു സംശയം ഉള്ളിൽ കിടക്കുമ്പോഴാണ് ഇതിന്റെ ഇയാളുടെ ക്യാരക്ടർ വന്നിട്ട് പറയണത്. അപ്പൊ അത് അവരുടെ അത് ചോദിക്കുന്നതിൽ ഒരു നോവുണ്ട്.
പക്ഷെ അവൻ വേറൊരു രീതിയിലാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇയാളത് എടുക്കത്തില്ല. അതെ അതെ അതെ. ആരും അല്ല, അറിയില്ല. അത്രയും നേരം കോമഡി നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ഒരാള് ആ സമയത്താണ് നമ്മളെ ഗ്രാഫ് ഒന്ന് ചേഞ്ച് ആവുന്നത്. അതായത് നിങ്ങക്ക് നിർത്തിക്കൂടെ ചേട്ടാ, നിങ്ങക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്നുള്ള രീതിക്ക് ഒന്ന് ചോദിക്കുന്നത്. പിന്നീട് ഒന്ന് ഇയാളുടെ അടുത്ത് പറയുമ്പോഴാണ് ഇയാളെ കഥ പറയുമ്പോഴാണ് ഞാനും കളിയാക്കുന്നത് പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതുമുതൽ ഇങ്ങനെയുള്ള ചേഞ്ചും ഭയങ്കരമാണ്. നമുക്ക് കറക്റ്റായിട്ട് ഒന്നുകൂടെ കയറാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ അത് ആരും മോശക്കാരല്ലാത്ത ഒരു യാത്ര ആയതുകൊണ്ടാണ് എല്ലാം അങ്ങനെ നന്നായി പോകുന്നത്. എനിക്ക് മനസ്സിൽ ഒരുപാട് ഹുക്ക് ചെയ്തൊരു ഡയലോഗാണ് ബ്രോ പറയുന്നത്. ഒരു സംവിധായകന്റെ കുഞ്ഞാണ് അദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറയുന്നത്. അപ്പോ നല്ലൊരു സംവിധായകനാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനോടൊപ്പം നിൽക്കും അല്ലെ? ആശാൻ പറയുന്ന ഒരു ഡയലോഗ്, സിനിമയോടൊപ്പം നിൽക്കും. ഞാൻ സംവിധായകന്റെ കാര്യം കേട്ടോ പറഞ്ഞേ എന്ന് പറഞ്ഞൊരു സാധനം. ഇത് നിങ്ങൾ ഓൺ ദ സ്പോട്ട് ഇത് കേക്ക് പെർഫോം ചെയ്യുമ്പോഴേ ശരിക്കും അതിന്റെ റിയാക്ഷൻ നിങ്ങൾക്ക് അഭിനയിക്കേണ്ടി വന്നായിരുന്നു? അഭിനയിക്കേണ്ടി വരും. കാരണം ഇത്രയും നല്ലൊരു ഡയലോഗ് പറയണം. അപ്പൊ അത് ചേട്ടൻ പറയുമ്പോ എനിക്കത് കൊള്ളണം. അത് കൊണ്ടിട്ടാണ് ഞാൻ നല്ല പണിയുണ്ട്. അതെ അല്ലേ? എന്നെ സംബന്ധിച്ച് അനുഭവിച്ചോണ്ടിരിക്കുന്ന കാര്യം പറയുവാണ് നീയൊക്കെ. എന്നാലും എന്നായിട്ട് ഇങ്ങനെ ചെയ്തില്ല എന്ന് പറയാൻ എനിക്ക് എളുപ്പമുണ്ട്. ആ ക്യാരക്ടർ ഡയലോഗ് പറയാൻ എനിക്ക് എളുപ്പമാണ്. പക്ഷെ എപ്പോഴും ഡയലോഗ് ഇല്ലാതെ അഭിനയിക്കുന്ന ഒരു നിൽക്കുന്ന ആർട്ടിസ്റ്റാണ് എപ്പോഴും. ഇവിടെ കൂടുതൽ നമ്മൾ റിയാക്ഷൻസ് ആയിരുന്നു. അവൻ പിടിക്കപ്പെട്ടു, ഞാൻ പറ്റിക്കുകയാണെന്ന് അവരുടെ ചേർന്ന് നിൽക്കുന്നതാണെന്നുള്ള എന്നെയാണ് എന്റെ ആത്മഹത്യയെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് കിട്ടുന്നുണ്ടല്ലോ ആ മുഖത്ത്. അവിടെയൊക്കെയാണ് ജോമോനൊക്കെ നന്നായിട്ട്. ഇപ്പോ ചേട്ടൻ ഒത്തിരി ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് പേരോട്. ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചേട്ടന് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ചേട്ടൻ ചോദിക്കുക, ചേട്ടന്റെ പേഴ്സണലിയോ ഒരു അഭിനേതാവ് എന്ന രീതിയിലോ ഒരു വ്യക്തി എന്ന രീതിയിലോ ഒക്കെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തി ഇതാ മലയാള സിനിമയിൽ എന്നത് ഒരാളുടെ പേര് പറയുമ്പോൾ ചേട്ടനെ പറയാൻ പറ്റും? പക്ഷെ മധുസാറിന്റെ ഒക്കെ പേരായിരിക്കും ആദ്യം വരുന്നത് അല്ലേ? നമ്മള് ആരാധിച്ചിരുന്ന. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ എല്ലാം ഭരത് ഗോപി, മമ്മൂക്ക, ലാൽ സാറ്, നെടുമുടി വേണിച്ചേട്ടൻ, ഒടുവിലാൻ, അങ്ങനെ ശങ്കരാടിച്ചേട്ടൻ. അതാണ് ഇത് പലപ്പോഴും ഏറ്റവും മുകളിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. ഒരുപാട് പടത്തിൽ ഒരേ ക്യാരക്ടർ ആയിരിക്കും ചെയ്യുന്നത്. ഒരു ചായക്കടക്കാരനാണെങ്കിൽ അത് തന്നെ ആയിരിക്കും. പക്ഷെ ഓരോ ചായക്കടക്കാരനും വ്യത്യസ്തമായിട്ടുള്ള ചായക്കടക്കാരനായിരിക്കും എന്നുള്ളതാണ്. ഭയങ്കര വ്യത്യാസമായിരിക്കും. പുതിയ ആൾക്കാരിലാണെന്നുണ്ടെങ്കിലോ ചേട്ടൻ അമ്പരപ്പിച്ച കുറച്ച് ആർട്ടിസ്റ്റുകൾ എന്നുള്ളത്? പുതിയ ഒരുപാട് ഫഹദ് ഫാസിൽ പ്രധാനമായിട്ട്. അങ്ങനെ ചെറിയ മോഹം, അങ്ങനെ ഭയങ്കരമായിട്ട് ഡയലോഗൊന്നും ഇല്ലാത്ത ഇല്ലാത്തൊരു പ്ലെയിനായിട്ട് നിൽക്കണം. അതൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ഭാഷ എന്നല്ല ഒരുപാട് നമ്മുടെ ആശാന ശിഷ്യന്മാരെ പറ്റി എന്താ പറയാനുള്ളത്? ഗംഭീരമാണ്. ഇരുത്തിക്കൊണ്ട് പറയുന്നതാണോ? ആത്മാർത്ഥമായിട്ട് പറയാ ചേട്ടാ, കേക്കട്ടെ. താളത്തിന് നിൽക്കുന്നവരാണ്, അവരുടെ ക്യാരക്ടർ അറിഞ്ഞ് നിൽക്കാൻ പറ്റുന്നവർ. ഓക്കെ. നമ്മള് മുന്നത്തെ അത് ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മള് പുതിയ നമ്മുടെ ന്യൂജൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എന്തായിരിക്കും ചേട്ടൻ കണ്ട ഇവരുടെ ഒരു വർക്കിംഗ് സ്റ്റൈലിലുള്ള കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും, ടെക്നിക്കാലിറ്റീസിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. എന്തായിരിക്കും ചേട്ടൻ നോട്ടീസ് ചെയ്ത ഒരു വ്യത്യാസം? അവരുടെ സീൻ ആവുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അത് വിട്ടു പോകത്തില്ല. അത് തീരുന്നവരും കിട്ടുന്ന സമയത്ത് അതിൻ്റെ കൂടെ വന്ന് നിൽക്കുന്നവര് അങ്ങനെയൊക്കെ ഉണ്ട്. മറ്റേ കടം കഴിഞ്ഞ ഉടനെ ചെയ്യാറില്ല അവര്. കൂടെ നിൽക്കുന്നതാണ്. സീൻ കഴിഞ്ഞു പോയാലും അവരും അന്നുണ്ടാവൂലെങ്കിലും അവർ വന്ന് നിൽക്കും. അതറിയാനും അതിലോട്ട് ചേരാനുള്ള ഒരു ദാഹമുള്ളവരാ. പ്രേക്ഷകരോട്, നമ്മള് സിനിമ കണ്ടിട്ടിരിക്കുന്ന ആൾക്കാരാണ്, ഓക്കെ, ഇനി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? നമ്മുടെ സ്വപ്നമാണ്. ഇരുന്നിരുന്ന് ക്യാരക്ടർ കിട്ടുന്നതാണ്. കുറെ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഇപ്പോ ഗപ്പി സിനിമാസും വേഫെയർ ഒക്കെ പോലുള്ള കമ്പനി, ഗപ്പി സിനിമാസിന്റെ ബാനർ പോലും അത്രയും വലിയ ഡയറക്ടറും. അപ്പൊ എനിക്ക് ഇത്രയും പബ്ലിസിറ്റി കിട്ടുന്ന, ഇത്രയും ജനങ്ങളുടെ നല്ല രീതിയിൽ മേക്ക് ചെയ്ത് എടുക്കാൻ ഇത്രയും സ്ട്രെയിൻ ചെയ്യുന്ന ഒരു സന്നാഹമാണ്. അപ്പൊ അതില് എനിക്ക് നല്ല ക്യാരക്ടർ കിട്ടുന്നു. എന്നെ പോലെ ചെറുപ്പക്കാർ ഒരുപാട് പേര് നന്നായി അഭിനയിക്കുന്നവരുടെ കൂട്ടത്തിൽ എങ്കിലും മുതിർന്ന ഒരാളെന്ന നിലയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്വം എനിക്കുള്ള പോലെ തോന്നുന്നു. അപ്പൊ അത് എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം.
ഒരുപാട് പേര് സിനിമ കഴിഞ്ഞിട്ട് നിറകണ്ണങ്ങളിലൂടെ ഇറങ്ങി പോകുന്നുള്ളതാണ്. ഇതിപ്പോ സിനിമയെ സ്നേഹിക്കണം അങ്ങനെയൊന്നുമില്ല. സിനിമയെ സ്വപ്നം കാണാത്ത ആൾക്കാർക്ക് പോലും ഇദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ, അതായത് ബാക്കി എല്ലാവരും, ഞാനത് മനസ്സിലാക്കിയത് ശരിയാണെന്ന് അറിയില്ല, ഇപ്പൊ കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്, ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ, അതായത് ആ സിനിമ ഉപയോഗമായി ബാക്കി എല്ലാവർക്കും, പക്ഷെ ഇദ്ദേഹം അപ്പോഴും പഴയ അവിടെ തന്നെ നിൽക്കല്ലേ, അദ്ദേഹത്തിന് മാറ്റമില്ല എന്നുള്ളതാണ്. ആ ക്ലൈമാക്സിൽ നിൽക്കുന്ന ആ ഒരു സീൻ വരെയും അദ്ദേഹം അവിടെ തന്നെ നിൽക്കുക. അദ്ദേഹം സ്റ്റാർ ആയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ജീവിതത്തിൽ. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ഒരു സാധനം നിങ്ങൾ ഫസ്റ്റ് എഴുതിയും കാണിക്കുന്നില്ലേ, അതായത് സിനിമ കാരണം ജീവിതം നഷ്ടപ്പെട്ട ആൾക്കാർക്കുണ്ട്, അവർക്കും കൂടെ ഉള്ളൊരു ഡെഡിക്കേഷൻ ആണെന്നുള്ളത്. എന്തായിരുന്നു ആ ഒരു തൊട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും ഡയറക്ടറിനോട്? അത് ആദ്യമേ നമ്മള് ചേട്ടൻ പറഞ്ഞായിരുന്നു, ഈ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇപ്പം സാധാരണ ഒരു സിനിമ വരുന്നു, കൈയടിക്കുന്നു, വിജയിക്കുന്നു, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് നമുക്ക് ഈ പടത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ആശാൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ആശാൻ നമ്മള് പറയുമ്പോ നോർമലി ഒരാള് കേൾക്കുമ്പോൾ ആശാൻ സിനിമ എടുത്ത് വിജയിച്ചു വേറൊരു പരിപാടിയിലോട്ടൊക്കെ പോയി വേറെ തലത്തിലോട്ടൊക്കെ നിൽക്കുന്നു എന്നുള്ളതില്ല. അതല്ലാതെ വേറൊരു രീതിയിൽ പടം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ അതൊക്കെയാണ്. ഞാനൊന്ന് ചോദിച്ചു, അപ്പൊ ഇതിന്റെ ക്ലൈമാക്സ് എങ്ങനെയാണ്? ആശാൻ അപ്പോഴത്തേക്കും ബ്ലഡ് മാറ്റാൻ ഇവനെ വിളിച്ചു കാശി. അപ്പോഴ് അത് പറഞ്ഞത് ആശാന് അവിടെ തളരുവൊന്നുമില്ല. ആശാൻ ഇതുപോലെ മാറി മാറി സൂപ്പർ സ്റ്റാറിന്റെ ബ്ലഡും ആശാൻ ഇതൊന്നും ഒരു കാര്യമാക്കുന്ന ആളെ അല്ല. ഇനി ചിലപ്പോ ഇതിന്റെ മുകളിൽ ആശാൻ വീണ്ടും കളിക്കുന്നതാണ്. അങ്ങനെയാണ് ആശാൻ നിർത്തിയിരിക്കുന്നതെന്നാണ് ഡയറക്ടർ പറഞ്ഞത്. ചേട്ടന്റെ ഒരു സ്വയം, അല്ലാതെ ചേട്ടന്റെ ഒരു ക്യാരക്ടറുമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഒരു നമുക്ക് തൊട്ട് നോക്കിയിട്ടുണ്ടോ? അതായത് ഈ ഒരു ക്യാരക്ടറുമായിട്ട് എവിടെയെങ്കിലും ഒക്കെ റിലേറ്റ് ആയിട്ടുണ്ടോ? ഉണ്ട്. അത് അഭിനയിക്കണം, ഈ ക്യാരക്ടറും ചേഞ്ച് ചെയ്യണതിലും അഭിനയിക്കണം, ഈ ആവേശമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉള്ളത് തന്നെയാണ്. അപ്പൊ നമ്മള് പറയുമ്പോ എണ്ണത്തിൽ കുറെ സിനിമ എണ്ണമെങ്കിലും അതൊന്നും ദാഹം തീർത്ത സിനിമകൾ കുറവാണ് അതിൽ. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും അവിടെ തന്നെ തുടക്കത്തിൽ നിൽക്കുന്ന പോലെ തന്നെയാണ്. നിർത്തുന്നതിന് മുന്നേ ചേട്ടാ, ആട് 3 സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാന് വിജയബാബു സാറുമായിട്ടൊരു കോൺവെർസേഷൻ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇത്രയും എനിക്കൊന്ന് 24 പടങ്ങളോളം ചെയ്ത ആ മനുഷ്യന് ഇതിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷനും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും പുള്ളി ഈ പടത്തിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അതിന്റെ വിശേഷങ്ങളോടൊന്ന് പറയും ചേട്ടാ. എന്താണ് ചേട്ടന്റെ പരിപാടി അതിനകത്ത്? നമ്മള് ടൈം ലൈനിലും ബാക്കില് പഴയ മണിയാശന്റെ തന്നെയാണ്. പി ശശി ശക്തമായിട്ട് ഇതിൽ നിൽപ്പുണ്ട്. മറ്റേ സബീറിന്റെ കൂടെ ഉണ്ട്. നമ്മള് മറ്റേ ടൈം ട്രാവൽ ചെയ്ത് പോകുന്നുണ്ടോ അവിടെ? ഉണ്ടല്ലോ അല്ലേ? അതിന് വേറൊരു ഗെറ്റപ്പൊക്കെ ഉണ്ട്. അതിന് കൂടുതൽ ഗെറ്റപ്പുണ്ട്. അടിപൊളി. അതെനിക്ക് തോന്നുന്നു ഇപ്പൊ ഉടനെ നമുക്ക് റിലീസിനോട്ട് എത്തി നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. തിയേറ്ററിൽ കണ്ട ആരും എന്താ പറയാ, കണ്ടും മനസ്സും നിറയാണ്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെ പറയാം. ഒരുപാട് നാളിന് ശേഷമാണ്, അതായത് പ്രേക്ഷകരോട് പറയാണ്, ഒത്തിരി നാളിന് ശേഷമാണ് അതായത് സിനിമ കണ്ട് ആ ഒരു ഫുൾ കണ്ടുകൊണ്ടിരുന്ന ഓഡിയൻസ് ഫുള്ള് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടത്. അപ്പോൾ OTT വരുന്നവരെ പ്ലീസ് വെയിറ്റ് ചെയ്യരുത്. മസ്റ്റ് വാച്ച് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലുള്ള നിങ്ങളുടെ ആ ഒരു പരിപാടിയും സിനിമയ്ക്കുള്ളിലെ സിനിമയും ആ ഒരു സിനിമയും ഒക്കെ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. സോ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.